وحده الصلاة والسلام على من لا نبي بعده. സഹീഹ് തർഗീബ് തർഹീബിൽ കിതാബ് സ്വലാത്തിലെ നിസ്കാരത്തിന്റെ ഫളലും അതോടൊപ്പം റുകൂഉം സുജൂദും നിസ്കാരത്തിലെ ഖുശൂഇന്റെ പ്രാധാന്യങ്ങളെല്ലാം പ്രത്യേകം പറയുന്ന ഹദീസുകളിൽ കഴിഞ്ഞ ദിവസം റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നിനക്ക് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും നരകത്തിൽ നിന്ന് രക്ഷ നൽകാനും ദുആ ചെയ്താൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സുജൂദ് കൊണ്ട് എന്നെ സഹായിക്കാൻ പറഞ്ഞു. അഥവാ ഞാൻ ദുആ ചെയ്യാം, അതോടൊപ്പം ധാരാളം സുജൂദ് ചെയ്യുക എന്നുള്ളത്. ആ ഹദീസിന്റെ തന്നെ മറ്റൊരു ലഫ്ളിൽ റബീഅ റളിയല്ലാഹു അൻഹു പറയാണ്, കുൻതു അതൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം كنت أبيت مع رسول الله صلى الله عليه وسلم فآتيه بوضوئه وحاجته. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ദിവസം രാത്രി തങ്ങുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വുളു എടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ ഒരു ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്തു. ഫഖാല ലി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, സൽനി, നീ എന്നോട് നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അഥവാ അള്ളാഹുവിനോട് അതിനുവേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം ആകാൻ, കാരണം സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണ് നബിമാരുണ്ടാവുക. അപ്പോൾ ആ ദർജയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായിട്ടുള്ള ദർജയിൽ എത്താനല്ല, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടാകാനുള്ള അവസരം, അഥവാ അതിനുവേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഔ ഗൈറ ദാലിക്, അതല്ലാതെ മറ്റെന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ടോ? ഖുൽതു ഹുവ ദാക, ഞാൻ പറഞ്ഞു എനിക്കത് മതി. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, ധാരാളം സുജൂദ് കൊണ്ട് നീ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞു. അഥവാ ധാരാളം ഐച്ഛികമായിട്ടുള്ള നിസ്കാരവും അതിൽ അങ്ങനെ സുജൂദുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന് സഹായകമാകുന്ന കാര്യം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അടുത്തൊരു ഹദീസിൽ وعن أبي فاطمة رضي الله عنه قال قلت يا رسول الله أخبرني بعمل أستقيم عليه وأعمله. അബൂ ഫാത്തിമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, റസൂലേ, എനിക്കൊരു അമലിനെ നിങ്ങൾ പഠിപ്പിച്ചു തരണം, അറിയിച്ചു തരണം. അത് ചെയ്തു കഴിഞ്ഞാൽ, അതിൽ നിലനിന്ന് തുടർന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നേരെ ചൊവ്വേ നിന്ന് കഴിഞ്ഞാൽ, അത് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അലൈക ബിസ്സുജൂദ്, നീ സുജൂദ് നിർവഹിക്കുക. فإنك لا تسجد لله سجدة إلا رفعك الله بها درجة وحط عنك بها خطيئة. നീ ഒരു സുജൂദ് ചെയ്താൽ നിന്റെ ദറജ അള്ളാഹുവിന്റെ അടുക്കൽ ഉയരുകയും അതുപോലെ തന്നെ നിന്റെ പാപം ഒഴിവാക്കുന്നതുമാണ്. ഇവിടെ സുജൂദ് അധികരിപ്പിക്കുക, സുജൂദ് ചെയ്യുക എന്നൊക്കെ ഉദ്ദേശം നഫ്ലുകളായ നിസ്കാരങ്ങളാണ്. വെറുതെ സുജൂദ് ചെയ്യലല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, നിസ്കാരത്തിലെ സുജൂദുകളാണ്. മറ്റൊരു റിവായത്തിൽ യാ അബാ ഫാത്തിമ ഇൻ അറദ്ത അൻ തൽഖാനി ഫഅക്തിർ സുജൂദ്, അബൂ ഫാത്തിമ, നാളെ സ്വർഗത്തിൽ നീ എന്നെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നീ ധാരാളം സുജൂദുകൾ നിർവഹിക്കുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറാഫഖത്ത് സ്വർഗത്തിൽ ലഭിക്കാൻ സഹായകമാകുന്ന ഒരു കാര്യം കൂടിയാണ് സുന്നത്തായ നിസ്കാരങ്ങൾ, നഫ്ലുകളായ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം എത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള ചില കാര്യങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട കാര്യമാണ് നഫ്ലുകൾ വർദ്ധിപ്പിക്കുക എന്നത്. وروي عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم صلى الله عليه وسلم برضو الصلاة خير موضوع فمن استطاع أن يستكثر فليستكثر. الصلاة خير موضوع, നിസ്കാരം എന്നുള്ളത് ഈ ഖൈർ മൗദൂ എന്നുള്ള പദത്തിന് രണ്ട് തരത്തിലാണ് ഉലമാക്കൾ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ അർത്ഥം പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ഭൂമിയിൽ ഒരുക്കിയിട്ടുള്ള കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നത്. രണ്ടാമത്തെ അർത്ഥം അടിമക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ ചെയ്യാവുന്നതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കർമ്മം എന്ന നിലക്ക്. ഒന്ന്, അള്ളാഹു ഭൂമിയിൽ വെച്ചിട്ടുള്ള കർമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഖൈറായത് എന്ന നിലക്ക്. രണ്ട്, ഒരു അടിമ അള്ളാഹുവിലേക്ക് അടുക്കാൻ അവന് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല കർമ്മം എന്ന നിലക്ക്. ഈ രണ്ട് രീതിയിലാണ് ഖൈർ മൗദൂ എന്നുള്ള വാക്കിനെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ട് രീതിയിലും ഖൈറായിട്ടുള്ള കാര്യമാണ്.
ഫമൻ ഇസ്തതാഅ അൻ യസ്തക്സിറ ഫല്യസ്തക്സിർ. ആർക്കാണോ അത് അധികരിപ്പിക്കാൻ സാധിക്കുന്നത്, നഫലുകളെല്ലാം ധാരാളം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നിസ്കരിക്കാൻ സാധിക്കുന്നത്, അവൻ അങ്ങനെ നിസ്കരിക്കട്ടെ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായി കൊണ്ടു നടന്നിരുന്ന ഒരു ദിവസത്തിൽ 40 റക്അത്ത് നിസ്കാരങ്ങളാണ്. അഥവാ 5 വഖ്ത് നിസ്കാരങ്ങൾ 17 റക്അത്ത്, രാത്രി നിസ്കാരം 11 റക്അത്ത്, അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകൾ 10 റക്അത്ത് അല്ലെങ്കിൽ 12 റക്അത്ത്, രണ്ട് രീതിയിലായിട്ടും 40 റക്അത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസത്തിൽ സ്ഥിരമായി നിസ്കരിച്ചിരുന്നു. അതിലും ചില സന്ദർഭത്തിൽ അധികരിച്ചിട്ടുണ്ട്, പക്ഷെ സ്ഥിരമായി കൊണ്ടു നടന്നിരുന്ന അത്രയാണ്. അപ്പോൾ അത്രയും നമുക്ക് നിസ്കരിക്കാനുള്ള അവസരം ഉണ്ട്, അതല്ലാതെയും ഉണ്ട്. അപ്പോൾ ദുഹാ നിസ്കാരമുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ നിസ്കാരം, സുന്നത്തായ നഫ്ലുകളായ നിസ്കാരം അധികരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഖൈറായിട്ടുള്ള കാര്യമാണ്. وعن أبي هريرة أيضا رضي الله عنه أن رسول الله صلى الله عليه وسلم مر بقبر فقال. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിന്റെ അടുക്കലൂടെ പോകുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്നവരോട് ചോദിച്ചു, മൻ സാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിൽ ആരാണ്, ആരുടെ ഖബറാണിത്? ഫഖാലു, അപ്പോൾ സഹാബികൾ പറഞ്ഞു, ഫുലാൻ, ഇന്നാൽ ഇന്നൊരാളാണെന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റക്അതാനി അഹബ്ബ ഇലാ ഹാദാ മിൻ ബഖിയ്യതി ദുനിയാക്കും. ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ ഈ ദുനിയാവിനേക്കാളെല്ലാം അവന് ഇഷ്ടമുള്ളത് 2 റക്അത്ത് നിസ്കാരമാണ് എന്ന് പറഞ്ഞു. 2 റക്അത്ത് നിസ്കാരമാണ് എന്ന്. കാരണം അവന്റെ ആ ഖബർ ജീവിതത്തിൽ അവന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു, അവന് യഖീനായി കഴിഞ്ഞു, അവൻ അവിടെ ഉപകരിക്കുന്നതിൽ ഏറ്റവും ഹൈറായിട്ടുള്ളത് ഒരു 2 റക്അത്ത് നിസ്കാരം കൂടി കൂടുതൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത് നിർവഹിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ, അതാണ് ഇപ്പോൾ അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ബാക്കിയുള്ള നിങ്ങൾ ദുനിയാവിന്റെ ഒരു സൗകര്യം ഇപ്പൊ അവന് തിരിച്ച് ഒരു നിമിഷത്തേക്ക് റൂഹ് കൊടുത്ത് ജീവൻ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്തെങ്കിലും ചെയ്യാനൊരു അവസരം, അതായിരിക്കും ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് ഇഷ്ടമുണ്ടാവുക. അവിടെ അവസരം കഴിഞ്ഞു ചെയ്യാനുള്ളത്. പക്ഷെ ആ 2 റക്അത്ത് നിസ്കാരമാണ് അവനിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ അത് നിർവഹിക്കാൻ നമുക്ക് ഇപ്പോഴേ സാധിക്കുള്ളൂ, നമുക്കിപ്പോൾ സാധിക്കുന്ന അവസരമാണ്. അപ്പൊ 2 റക്അത്ത് നിസ്കാരം നമ്മുടെ അശ്രദ്ധ കൊണ്ടും അലസത കൊണ്ടും എല്ലാം നഷ്ടപ്പെടുമ്പോൾ നാളെ ഖബറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത, പിന്നീട് ലഭിക്കാത്ത അവസരമാണ് നമ്മുടെ സമയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. وعن مطرف رحمه الله قال, താബിഈങ്ങളിൽപ്പെട്ട മുത്തരിഫ് റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, കഅദ്തു ഇലാ നഫരി മിൻ ഖുറൈശ്, ഞാൻ ഒരിക്കൽ ഖുറൈശുകളിൽപ്പെട്ട കുറച്ച് ആളുകളുടെ ഒപ്പം ഇരിക്കുകയായിരുന്നു. ഫജാഅ റജുലുൻ, അപ്പോൾ ആ വഴി ഒരാൾ വന്നു, മസ്ജിദിലായിരുന്നു. ഫജഅല യുസല്ലി വയർകഉ വയസ്ജുദു വലാ യഖഉദു, ആ വ്യക്തി നിസ്കരിക്കാൻ ആരംഭിച്ചു, റുക്കൂഉം സുജൂദും ഒക്കെ അധികരിപ്പിച്ച് നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ നിസ്കാരം അവസാനിപ്പിച്ചിട്ട് കുറെ നേരം ഇരിക്കുന്നില്ല. ഒരു നിസ്കാരം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വീണ്ടും നിസ്കരിക്കുക. ഫഖുൽതു, അപ്പൊ ഞാൻ എന്നോട് തന്നെ ഞാൻ പറഞ്ഞു, ഒപ്പം ആളുകൾ ഇരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു, വല്ലാഹി മാ അറാ ഹാദാ യദ്രി യൻസരിഫു അലാ ശഫ്ഇൻ ഔ അലാ വിത്രിൻ. ഈ വ്യക്തിക്ക് പറയാണ്, അള്ളാഹു ആണ് ഈ വ്യക്തിക്ക് അവൻ എത്ര റക്അത്ത് നിസ്കരിച്ചു എന്നോ അല്ലെങ്കിൽ എത്രയാണ് നിസ്കരിച്ചിട്ടുള്ളതെന്ന് ഒന്നും അറിയണ്ടാവില്ല. കാരണം നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഒരു കണക്കില്ലാതെ നിസ്കരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോ ഇയാളിത് പറഞ്ഞു കേട്ടപ്പോ ഫഖാലു, ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, അലാ തഖൂമു ഇലൈഹി ഫതഖൂൽ ലഹു, നിനക്ക് പോയിട്ട് അവനോട് പറഞ്ഞൂടെ, ഇങ്ങനെ കണക്കില്ലാതെ നിസ്കരിക്കണ്ട, കുറച്ച് എന്താ നിനക്ക് തെറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കണക്കുണ്ടാവൂല എന്ന നിലക്ക് പോയി പറഞ്ഞൂടെ എന്ന് ചോദിച്ചു. ഖാല, അപ്പൊ ഈ പിന്നെ മുത്തരിഫ് പറയാണ്, ഫഖുംതു, ഞാൻ പോയി. ഫഖുൽതു, എന്നിട്ട് ഞാൻ ചോദിച്ചു, യാ അബ്ദുല്ലാ, നിസ്കരിക്കുന്ന ആളോട് ചോദിച്ചു, യാ അബ്ദുല്ലാ, മാ അറാക തദ്രി തൻസരിഫു അലാ ശഫ്ഇൻ ഔ അലാ വിത്രിൻ, എനിക്ക് തോന്നുന്നത് നിനക്ക് അറിയുന്നില്ല, നീ എങ്ങനെ എത്ര റക്അത്ത് നിസ്കരിച്ചു, എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടത് നിനക്ക് അറിയാത്ത രീതിയിൽ നിങ്ങൾ നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ വ്യക്തി പറഞ്ഞു, വലാകിന്ന അല്ലാഹ യദ്രി, പക്ഷെ അള്ളാഹുവിന് അറിയാന്ന് പറഞ്ഞു. അതായത് ആ കൃത്യമായി എന്നെ തിട്ടപ്പെടുത്തിയിട്ട് നഫ്ലാണ്, അപ്പൊ നിസ്കരിക്കാൻ 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീണ്ടും അങ്ങനെ നിസ്കരിക്കുകയാണ്. അപ്പോ ആ വ്യക്തി മറുപടി പറഞ്ഞു, വലാകിന്ന അല്ലാഹ യദ്രി, പക്ഷെ അള്ളാഹ്ക്ക് അറിയാം ഞാൻ എത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടിട്ടുണ്ട്, മൻ സജദ ലില്ലാഹി സജ്ദതൻ, ആരാണോ അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് ചെയ്യുന്നത്,
കതബല്ലാഹു ലഹു ബിഹാ ഹസനതൻ, അള്ളാഹു അവന് വേണ്ടി അതൊരു നന്മയായി രേഖപ്പെടുത്തും. വഹത്ത അൻഹു ബിഹാ ഖതീഅതൻ, അവന്റെ പാപം അതുകൊണ്ട് ഒഴിവാക്കും. വറഫഅ ലഹു ബിഹാ ദറജതൻ, അവന്റെ ദറജ ഉയർത്തും. ഫഖുൽതു, അപ്പോ ഈ മുത്തരിഫ് റഹിമഹുല്ലാഹ് ചോദിച്ചു, മൻ അൻത, കാരണം റസൂലുള്ളാഹിനെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പറയുന്നത്. അപ്പൊ മുത്തരിഫ് റഹിമഹുല്ലാഹ്ക്ക് അറിയില്ല അത് ആരാണ് ആള് എന്നറിയില്ല. അപ്പോ റസൂലുള്ളാഹിനെ കേട്ടു പറഞ്ഞപ്പോൾ സഹാബിയാണെന്ന് മനസ്സിലായി. അപ്പൊ മൻ അൻത, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ പറഞ്ഞു അബൂദർ, ഞാൻ അബൂദറാണെന്ന് പറഞ്ഞു. അബൂദർ ഗിഫാരി സഹാബിയാണ്. ഫറജഅതു ഇലാ അസ്ഹാബി, ഞാൻ എന്നിട്ട് മുത്തരിഫ് റഹിമഹുല്ലാഹ് പറയാണ്, നിങ്ങോട് പറഞ്ഞിട്ട് ആൾക്കാരുണ്ടല്ലോ, ഞാൻ അവരുടെ അടുത്തേക്ക് തന്നെ പോയി. ഫഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, ജസാക്കുമുല്ലാഹു മിൻ ജുലസാ ശർറൻ, ഇത് ദുആ ആയിട്ടല്ല, പക്ഷെ അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടതിന്റെ പേരിൽ പറയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഷെർ പ്രതിഫലമായിട്ടുണ്ടാവട്ടെ എന്ന് നിലക്ക് പറഞ്ഞു. എന്ന് പറയാനുള്ള കാരണം, അമർത്തുമൂനി അൻ ഉഅല്ലിമ റജുലൻ മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട ഒരാളെ പഠിപ്പിക്കാനാണോ നിങ്ങൾ എന്നെ വിട്ടത്? അവർക്കറിയാം ഇതാരാളെന്ന് അറിയാം, പക്ഷെ നിസ്കരിക്കുന്നത് കണ്ടപ്പോ ഈ വ്യക്തി മുത്തരിഫ് റഹിമഹുള്ളാഹ്ക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനെ നിസ്കരിക്കുകയാണ്, ഒന്ന് പോയി പറഞ്ഞ ആളെ പറഞ്ഞിട്ട് വിട്ടതാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഒരു സഹാബിനെ പഠിപ്പിക്കാനാണോ എന്നെ വിടുന്നത് എന്ന് മുത്തരിഫ് റഹിമഹുല്ലാഹ് പോയിട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് കേട്ടിട്ടുള്ള അനുസരിച്ചിട്ട് ആ സഹാബി ധാരാളം നഫ്ല്, അബൂ ദർ റളിയല്ലാഹു അൻഹു ഇബാദത്തിലും സുഹദിലും സിദ്ഖിലും ഒക്കെ അറിയപ്പെട്ട സഹാബിയാണ്. അപ്പൊ ഇബാദത്തുകൾ ധാരാളം സുന്നത്തായ നിസ്കാരങ്ങൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ സഹാബി ചെയ്തിരുന്നു. ഇതിന്റെ വേറൊരു റിവായത്തിൽ ലഫ്ള് ചില വ്യത്യാസത്തിൽ പറയുന്നുണ്ട്. മുത്തരിഫ് റഹിമഹുല്ലാഹ് പോയി പറഞ്ഞു, ഫറഅയ്തുഹു യുതീലുൽ ഖിയാമ വയുക്സിറു റുകൂഅ വസ്സുജൂദ് ഫദക്കർതു ദാലിക ലഹു, പിന്നെ ധാരാളം സുജൂദും റുകൂഉം ചെയ്യുന്നുണ്ടപ്പോ പോയി പറഞ്ഞു, നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യുന്നത്? ഫഖാല മാ അലവ്തു അൻ നുഹ്സിന, അപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, നന്മ ചെയ്യുന്നത് ഞാൻ കുറക്കുന്നില്ല. ഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ റകഅ റകഅതൻ ഔ സജദ സജ്ദതൻ റുഫിഅ ലഹു ബിഹാ ദറജതൻ വഹുത്ത അൻഹു ഖതിയതൻ, ആരാണോ ഒരു റകഅത്ത് നിസ്കരിക്കുന്നതിൽ സുജൂദ് ചെയ്യുന്നത്, അതുകൊണ്ട് അവന്റെ ദറജ ഉയർത്തപ്പെടും, പാപങ്ങൾ ഒഴിവാക്കപ്പെടും എന്നുള്ളത്. അപ്പോൾ നഫ്ലുകളായ നിസ്കാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമുക്ക് സംഭവിക്കുന്ന പാപങ്ങളെ മായ്ച്ചു കളയാൻ, അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം ഉയരാൻ എല്ലാം കാരണമാകുന്ന കാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.